إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സംഘടനാ നേതാക്കന്മാരെ, മറ്റു KNMൻ്റെയും മറ്റു പോഷക ഘടകങ്ങളുടെയും പ്രവർത്തകരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പവിത്രവും പാവനവുമായ പരിശുദ്ധമായ ഈ മസ്ജിദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വചനങ്ങളും അത് പറയുകയും കേൾക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യണമെന്നുള്ള സദുദ്ദേശത്തോടുകൂടി നാം ചെലവഴിക്കുന്ന ഈ സമയവും സന്ദർഭവും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നമ്മുടെ പാപങ്ങൾ പുറത്തു തരുവാനും നമ്മുടെ പദവികളെ ഉയർത്തുവാനും നമുക്ക് നരകമോചനം ലഭിക്കുവാനും നമ്മുടെ സ്വർഗപ്രവേശനം എളുപ്പമാക്കുവാനും ഒരു സബബായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കേരള നദവത്തുൽ മുജാഹിദീൻ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പ്രത്യേക വിഷയം കർമ്മപദം എന്ന വാക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കർമ്മപദം ശില്പശാല. പലരും ആ വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയാത്ത ആളുകളുണ്ടാവും.
കർമ്മപദം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിമാർഗം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുക, അതിൻ്റെ പാതയാണ്. അതല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന വഴി എന്നൊക്കെയാണ് കർമ്മപദം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ശില്പശാല എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേർക്കുനേരെ അർത്ഥം നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിൽ പറയാറുണ്ട്, വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ശില്പശാല, രൂപമുണ്ടാക്കുക. ഈ രണ്ട് വാക്കിനെയും നമ്മൾ ഒരുമിച്ച് കൂട്ടി പറഞ്ഞാൽ, കർമ്മപദം ശില്പശാല എന്നുള്ള വാക്കിനെ ഒരുമിച്ച് കൂട്ടി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനം അത് എങ്ങനെയായിരിക്കണമെന്നുള്ള ഒരു രൂപം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് പ്രവൃത്തിമാർഗം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഉത്തരവാദിത്വത്തോടുകൂടി ജീവിക്കുക എന്നുള്ള അർത്ഥമാക്കുന്നത്. സഹോദരങ്ങളെ, ജീവിതമെന്നാൽ വലിയ ഒരു ഉത്തരവാദിത്ത നിർവഹണമാണ്. നമുക്കറിയാം, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരാണ് നമ്മളൊക്കെ. ജീവിതത്തിൽ രണ്ട് രൂപത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നമുക്കറിയാൻ സാധിക്കും. ഒന്ന്, ആത്മീയമായിട്ടുള്ള ഉത്തരവാദിത്തവും നമുക്കുണ്ട്. അതുപോലെ തന്നെ ഭൗതികമായും മനുഷ്യന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. രണ്ടും ഒരേപോലെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഭൗതികമായ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചെറിയ വചനത്തിലൂടെ നമുക്കൊക്കെ പരിചയമുള്ള കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി എന്ന് പറഞ്ഞാൽ, ഓരോ മനുഷ്യനും അവരവരുടെ കീഴിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരെ കുറിച്ച് അതിൻ്റെ ഉടമസ്ഥനോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്ത പദവിയിലുള്ള ആളുകളെ കുറിച്ച്, ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിക്ക് അവിടെയുള്ള പ്രജകളോട് ഉത്തരവാദിത്വമുള്ളതുപോലെ, ഒരു തൊഴിലുടമസ്ഥന് അതിൻ്റെ തൊഴിലാളിയോട് ബാധ്യതയുള്ളതുപോലെ, തൊഴിലാളിക്ക് ഉടമസ്ഥനോട് ബാധ്യതയുള്ളതുപോലെ, ഒരു വീട്ടിൽ ജീവിക്കുന്ന ഗൃഹനാഥന് ആ വീട്ടിൽ അവന്റെ ഉത്തരവാദിത്വത്തിൽ ജീവിക്കുന്ന ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഉത്തരവാദിത്വമുള്ളതുപോലെ തന്നെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ജീവിക്കുന്ന മുഴുവൻ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി, അവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, അതാണ് ഭൗതികമായ ഉത്തരവാദിത്തം ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ. ആത്മീയമായ ഉത്തരവാദിത്തം എന്താണ്? ആത്മീയമായ ഉത്തരവാദിത്തം അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതാണ് ആത്മീയമായ ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്തം. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സഹോദരങ്ങളെ, അതാണ് ഈമാൻ. നമ്മളൊക്കെ സാക്ഷ്യം വഹിച്ചവരാണ്. അൽ ഈമാൻ, എന്താണ് ഈമാൻ? അൽ ഈമാൻ എന്ന് പറഞ്ഞാൽ വെറും വാക്കല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് നടക്കലല്ല. അൽ ഈമാനു തസ്ദീഖും ബിൽ ഖൽബ് വഖൗലും ബിൽ ലിസാൻ വഅമലും ബിൽ ജവാരിഹ്. ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖും ബിൽ ഖൽബ്, അത് ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തണം, നാവ് കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ് സത്യപ്പെടുത്തേണ്ടത്. വഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ടതിനെ പ്രഖ്യാപിക്കണം. വഅമലും ബിൽ ജവാരിഹ്, ശരീരം കൊണ്ട് അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരണം. അവന്റെ ശരീരവും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവന്റെ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചവന്റെ അവന്റെ ഹൃദയവും അവന്റെ നാവും അവന്റെ ശരീരവും മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് നിറഞ്ഞു നിൽക്കുന്നവനായിരിക്കണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ. അതാണ് അവൻ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരേണ്ടത്.
ആ ഏകത്വമാണ് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടത്. അതിന്റെ രണ്ടാം ഭാഗം, ഷഹാദത്തിന്റെ രണ്ടാം ഭാഗം, വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ദൂതനാണെന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, മുഹമ്മദ് ആരെന്ന് ചോദിച്ചാൽ, ഒരു ഹൈന്ദവനോട് ചോദിക്കട്ടെ നമ്മൾ, ആരാണ് മുഹമ്മദ് എന്ന ചോദ്യത്തിന് അവന്റെ ഉത്തരം അത് മക്കയിൽ വന്ന പ്രവാചകനാണെന്ന് ഉത്തരം പറയും. കേവലം മക്കയിൽ വന്ന ഒരു പ്രവാചകനാണെന്നുള്ള വിശ്വാസം കൊണ്ട് ഒരിക്കലും അവൻ ഈമാനുള്ളവനാവുകയില്ല. മറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊരു ദൗത്യവുമായിട്ടാണോ ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത്, ആ ദൗത്യ നിർവഹണം, അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ, ഇസ്ലാമായി കൊണ്ട് പഠിപ്പിച്ച കാര്യങ്ങൾ, ദീനായി കൊണ്ട് പഠിപ്പിച്ച കാര്യങ്ങൾ, ആ കാര്യങ്ങൾ മനസ്സാ വാചാ കർമ്മണ ഞാൻ അനുസരിക്കുകയും അംഗീകരിക്കുകയും ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമെന്നുള്ള പ്രഖ്യാപനമാണ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുള്ള സത്യസാക്ഷ്യ വചനത്തിന്റെ രണ്ടാം ഭാഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് കേവലം കുട്ടിയെ താരാട്ടുപാടാനുള്ള ഉറക്ക് പാട്ടായിട്ട് ഒരിക്കലും മാറാൻ പാടില്ല. ഈ ഷഹാദത്ത് നമ്മളെല്ലാവരും ഏറ്റെടുത്തവരാണ്. നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റെടുത്തു, നമ്മളൊക്കെ മുഹമ്മദ് റസൂലുള്ളാഹ് ഏറ്റെടുത്തു. പക്ഷേ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടുന്ന കേരളത്തിന്റെ പഴയ ഒരു ചരിത്രമുണ്ട്. കേരളത്തിന് പഴയ ഒരു ചരിത്രമുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മാപ്പിള സംസ്കാരമായിരുന്ന ഒരു കാലം, ഒരു മാപ്പിള സംസ്കാരമായി മാത്രം കണ്ടിരുന്ന ഒരു കാലം പിന്നിട്ട് പോയിട്ടുണ്ട്. മാലപ്പാട്ടിലും കുപ്പിപ്പാട്ടിലും ഉറക്കിലും മന്ത്രത്തിലും ഏലസിലും മാത്രം മനുഷ്യന്മാർ ജീവിച്ചു കൊണ്ടിരുന്നു. എന്താണ് ഇസ്ലാം എന്നോ, എന്താണ് ഖുർആൻ എന്നോ, എന്താണ് ഷഹാദത്തെന്നോ അറിവില്ലാത്ത ഒരു ജനത, അവർ കേവലം ഒരു സംസ്കാരം മാത്രമായി കൊണ്ട് ജീവിച്ചിരുന്ന ഒരു കാലം കഴിഞ്ഞുപോയി. 1920കളിൽ ഖുർആനാണ് ഇസ്ലാമിന്റെ പ്രമാണമെന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ പാടുപെട്ട ഒരു സംഘം ആളുകളുണ്ടായിരുന്നു. KM മൗലവി മുതൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി മുതൽ, അതേപോലെ തന്നെ അവസാനത്തെ കണ്ണികൾ മുഴുവൻ ആളുകളെ എണ്ണി പറയുന്നില്ല, ഈ K മൗലവി അടക്കമുള്ള, ഈ മൊയ്തു മൗലവി അടക്കമുള്ള ആളുകൾ, സഹോദരങ്ങളെ, അവിടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു സംഘം, കേരള ഐക്യ സംഘം, അവര് കേരളത്തിലെ ജനങ്ങളെ തൗഹീദിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചു. ആ പരിശ്രമത്തിലൂടെ അവർ കുറച്ചൊക്കെ വിജയം കണ്ടു. കേരള ഐക്യ സംഘം എന്നറിയപ്പെട്ട ആ സംഘം പിന്നീട് 1924 KJU എന്ന പണ്ഡിത സഭയ്ക്ക് രൂപം നൽകി. കേരളത്തിന്റെ ആദ്യത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഇസ്ലാമിക പണ്ഡിത സഭയാണ് കേരള ജമിഅത്തുൽ ഉലമ എന്നുള്ളത്. ആ സഹോദരങ്ങളുടെ, ആ പണ്ഡിതന്മാരുടെ യാതനകളുടെയും വേദനകളുടെയും ത്യാഗോജ്ജലമായ പ്രവർത്തനമാണ് അവർ നടത്തിയിട്ടുള്ളത്. അതിന്റെ ചരിത്രത്തിലേക്ക് നാം കടന്നു പോകുന്നില്ല. സഹോദരങ്ങളെ, ആദർശ വ്യതിയാനത്തിലൂടെയും അതുപോലെ തന്നെ പലരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി ഉണ്ടാക്കപ്പെട്ട സംഘടനകളാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എണ്ണിയാലൊടുങ്ങാത്ത സംഘടനകൾ. വ്യത്യസ്തങ്ങളായിട്ടുള്ള അക്ഷരങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പറയപ്പെടുന്ന ഒരുപാട് സംഘടനകൾ, ഇന്ന് നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത സംഘടനകളാണ് ഈ കൊച്ചു കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ മാതൃസംഘടന ഏതെന്ന് ചോദിച്ചാൽ അത് കേരള ജമിഅത്തുൽ ഉലമയാണ്, കേരളത്തിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട സംഘടന. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത്, ആരൊക്കെ പിരിഞ്ഞു പോയാലും ശരി, എത്രയെത്ര സംഘടനകൾ ഉണ്ടായാലും ശരി, എത്ര കക്ഷികളും വിഭാഗങ്ങളുമായി തിരിഞ്ഞാലും ശരി, ആ കേരള ജമിഅത്തുൽ ഉലമ എന്ന സംഘടന ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ ഈ പ്രസ്ഥാനത്തിന് രൂപം നൽകിയിട്ടുള്ളത് എങ്കിൽ അതേ ആദർശത്തിന്റെ രാജവീതിയിലാണ് നാം നിലകൊള്ളുന്നതെന്നുള്ള ആ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. എന്തിനു വേണ്ടിയാണ് സംഘടന ഉണ്ടാക്കപ്പെട്ടത്? അത് തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ഉണ്ടാകണം. അതിലൂടെ മാത്രമേ പാരത്രികമായ ലോകത്ത് നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ലക്ഷ്യം തന്നെയാണ് നാം നിലകൊള്ളുന്ന ഈ പ്രസ്ഥാനത്തിനുള്ളത്. അതിൽ നിന്ന് ഈ ഇരിക്കുന്ന നമ്മൾ ആരും ഒരു അണു അളവ് പിറകോട്ട് പോയിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അവനോട് മാത്രം സഹായം ചോദിക്കുന്ന, അവന് മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, അവന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരായി നമ്മൾ മാറി.
അങ്ങനെ ഒരു പൊതു സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് ആ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചു. പക്ഷേ സഹോദരങ്ങളെ, അങ്ങനെ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ഒരു സംഘമായി നാം ജീവിച്ചാൽ മാത്രം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അവസാനിക്കുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇല്ല, ഒരിക്കലും നമ്മുടെ ഉത്തരവാദിത്തം അവസാനിക്കുകയില്ല. അനേകം ആളുകളെ ശിർക്കിന്റെ പാതയിൽ നിന്ന് തൗഹീദിന്റെ പാതയിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു, നമുക്ക് സാധിച്ചു. പക്ഷേ ശിർക്കിന്റെ ആളുകൾ കൂടുതൽ കൂടുതൽ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് വായിക്കാനും കേൾക്കാനും കാണാനും സാധിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ പറയാറുണ്ടായിരുന്നു തൗഹീദിന്റെ പ്രധാനപ്പെട്ട 3 ഇനങ്ങൾ: തൗഹീദ് റുബൂബിയ്യത്തും, തൗഹീദ് ഉലൂഹിയത്തും, തൗഹീദ് അസ്മാ വ സിഫാത്തും നമ്മൾ പറയാറുണ്ട്. സഹോദരങ്ങളെ, അന്നൊക്കെ നമ്മൾ വിശദീകരിച്ചു കൊടുത്തിരുന്നു. തൗഹീദ് റുബൂബിയ്യത്തിൽ ലോകത്ത് വിശ്വാസികളായി അറിയപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും അതിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് സൃഷ്ടിച്ചത് ആരെന്ന് ചോദിച്ചാൽ അവർക്കുള്ള മറുപടി അത് ദൈവമാണ്, ഒരു സൃഷ്ടാവുണ്ട് എന്ന് ഒരു ഹൈന്ദവ സഹോദരനും മേൽപോട്ട് ചൂണ്ടിക്കൊണ്ട് പറയും. റുബൂബിയ്യത്തിൽ അഥവാ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് തൗഹീദ് റുബൂബിയ്യത്തിൽ അള്ളാഹുവിന് മാത്രമാണ് പങ്കുള്ളത് എന്ന് എല്ലാ വിഭാഗം ആളുകളും, അവിടെ സുന്നി എന്നോ മുജാഹിദ് എന്നോ മറ്റുള്ള ഏതെങ്കിലും വേർതിരിവില്ലാതെ ഹൈന്ദവർ പോലും അംഗീകരിച്ചെന്ന യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, വേദനയോടുകൂടി നാം മനസ്സിലാക്കണം, ഷഹാദത്ത് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന മനുഷ്യന്മാർ, ആ മനുഷ്യന്മാർ, നമസ്കരിക്കുന്ന മനുഷ്യന്മാർ, ഖുർആൻ പാരായണം ചെയ്യുന്ന മുസ്ലിങ്ങൾ, കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്ന മനുഷ്യന്മാർ, റമളാനിൽ നോമ്പെടുക്കുന്ന മനുഷ്യന്മാർ, ആ മനുഷ്യന്മാർക്ക് റുബൂബിയ്യത്തിൽ പോലും തൗഹീദ് റുബൂബിയ്യത്ത് പോലും വിശ്വാസമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ലോകം മറ്റാരോ സൃഷ്ടിക്കപ്പെട്ടതാണ്, അത് മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ അവസ്ഥ കേട്ടുകൊണ്ട് നമുക്കൊരു പക്ഷേ ചിരി വന്നേക്കാം. പക്ഷെ നമ്മൾ ചിരിക്കേണ്ടവരല്ല, നാം അവരുടെ ഗതിയോർത്തുകൊണ്ട് പൊട്ടിക്കരയേണ്ടവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കൂടുതൽ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്തം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്തം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആല ഇംറാന്റെ 104-ാമത്തെ വചനത്തിൽ വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. എന്താണ് അതിന്റെ അർത്ഥം? നമുക്ക് എത്രയോ കേട്ട് പരിചയമുള്ള ഒരു വചനമാണ്. വൽതകും മിൻകും ഉമ്മത്തുൻ, നിങ്ങളിൽ നിന്ന് ഒരു സമുദായമുണ്ടാകണം, ഒരു സമൂഹമുണ്ടാകണം, ഒരു സംഘമുണ്ടാകണം. എങ്ങനെയുള്ള സംഘമാണ് ഉണ്ടാകേണ്ടത്? യദ്ഊന ഇലൽ ഖൈരി, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സംഘം നിങ്ങളിൽ നിന്നുണ്ടാകണം. വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്ന, നന്മയിലേക്ക് വിളിക്കുന്ന ഒരു സംഘം ഉണ്ടാകണം. വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സംഘം നിങ്ങളിൽ ഉണ്ടാകണം. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സഹോദരങ്ങളെ, 3 കാര്യമാണ് പറഞ്ഞത്. എന്താണ് 3 കാര്യം? 1, നിങ്ങളിൽ ഒരു സമൂഹമുണ്ടാകണം. വൽതകും മിൻകും ഉമ്മത്തുൻ, നിങ്ങളിൽ ഒരു സംഘമുണ്ടാകണം, ഒരു സമൂഹമുണ്ടാകണം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഒരു ഇസ്ലാമിക സംഘടന എന്ന് പറഞ്ഞാൽ. ഇസ്ലാമിക ദഅവത്തിനു വേണ്ടി, ഇസ്ലാമിന്റെ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ വേണ്ടി ഒരു സംഘമായി നിങ്ങൾ രൂപീകൃതമാകണം. പല ആളുകളും ഇസ്ലാമിൽ എവിടെയാണ് സംഘടന ഉണ്ടാക്കാൻ തെളിവെന്ന് ചോദിച്ചാൽ അവരെന്തം വിടും. സഹോദരങ്ങളെ, നമുക്ക് കൃത്യമായി രേഖയുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആല ഇംറാന്റെ 104-ാമത്തെ വചനത്തിൽ വൽതകും മിൻകും ഉമ്മത്തുൻ, നിങ്ങൾ ഒരു സംഘമുണ്ടാകണം. എന്തിനാണ് നിങ്ങൾ സംഘമുണ്ടാക്കുന്നത്? ആ സംഘമുണ്ടാക്കുന്നത് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുമാണ്. 3-ാമത്തെ പോയിന്റ് എന്താണ്? അവർക്ക് ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർക്ക് മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു സംഘമുണ്ടാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സംഘമായി നമ്മൾ നിലകൊള്ളുകയും ആ നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്ന ആ പ്രവർത്തനം നമ്മൾ പ്രവർത്തിച്ചാലല്ലാതെ, നാം മാത്രം തൗഹീദിന്റെ വക്താക്കളായി ജീവിച്ചാൽ നമുക്കൊരിക്കലും വിജയത്തിന്റെ പാതയിലെത്താനോ വിജയിക്കുവാനോ സാധ്യമല്ല. നമ്മുടെ ദഅവത്ത് നമ്മൾ നിർവഹിക്കണം.
നമുക്കേത് രൂപത്തിലാണോ സാധിക്കുന്ന രൂപത്തിൽ നിർവഹിക്കൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി. നിങ്ങളുടെ കണ്ണിൽ ഒരു തിന്മ കണ്ടു കഴിഞ്ഞാൽ, ഒരു തിന്മ നിങ്ങളുടെ കണ്ണിൽ നേർക്കുനേരെ കണ്ടു കഴിഞ്ഞാൽ, ഫൽയുഗയ്യിറു ബിയദിഹി, നിങ്ങളുടെ കൈനെ കൊണ്ട് നിങ്ങൾ അതിനെ തടുക്കണം, കൈകൊണ്ട് തടുക്കണമെന്നാണ്. അതിന് നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ ഫഇൻ ലം യസ്തതി ഫബിലിസാനിഹി, അതിന് സാധ്യമല്ലെങ്കിൽ നിങ്ങൾ നാവുകൊണ്ട് തടുക്കണം. അതിനും നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ ഫഇൻ ലം യസ്തതി ഫബിഖൽബിഹി, ഹൃദയം കൊണ്ട് തടുക്കണമെന്ന് പറഞ്ഞാൽ വദാലിക അദ്അഫുൽ ഈമാൻ, അതാണ് ഈമാന്റെ ഏറ്റവും ചെറിയ ദുർബലമായ അവസ്ഥ. ആ ദുർബലമായ അവസ്ഥയാണ് നമുക്കുള്ളതെങ്കിൽ, അല്ല സഹോദരങ്ങളെ, നമുക്ക് കഴിയുമെങ്കിൽ നമുക്ക് നാവ് കൊണ്ട് തടുക്കാൻ സാധിക്കണം, നമുക്ക് കൈ കൊണ്ട് തടുക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മുടെ ഉത്തരവാദിത്തമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, സൂചിപ്പിച്ചത് തൗഹീദി പ്രബോധന രംഗത്ത് നമ്മുടെ ഉത്തരവാദിത്തം നാൾക്കുനാൾ അധികരിച്ചു കൊണ്ടിരിക്കുന്നു. സമൂഹം കൂടുതൽ അധപ്പതനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അവിടെ നമുക്ക് കഴിയുന്ന രൂപത്തിൽ നമ്മുടെ നാവുകൊണ്ടും നമ്മുടെ കൈയെ കൊണ്ടും, അതിന് സാധ്യമല്ലെങ്കിൽ ആ തിന്മക്കെതിരെ നമ്മുടെ ഹൃദയത്തിൽ ഒരു വെറുപ്പെങ്കിലും ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ
ഇസ്രായേൽ സമൂഹത്തിന്റെ ഒരു ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. ഓരോ സമൂഹത്തിനും, ഇസ്രായേൽ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ആരാധനാകർമ്മം നിർവഹിക്കാൻ വേണ്ടി ശനിയാഴ്ചയെ തിരഞ്ഞെടുത്തു. ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾക്ക് ഞായറാഴ്ചയും, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമായ വെള്ളിയാഴ്ച തെരഞ്ഞെടുത്ത് നൽകി. അങ്ങനെ ഇസ്രായേൽ സമൂഹത്തിലെ യഹൂദികളായിട്ടുള്ള ആളുകളോട് പ്രത്യേകമായ ആരാധനാകർമ്മം നിർവഹിക്കുന്ന ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പാടില്ല. അവർക്ക് മീൻപിടുത്തക്കാരായിരുന്നു. മീൻ പിടിക്കരുത് എന്ന് അവരോട് ഉപദേശിച്ചു. പക്ഷെ അവർ കുതന്ത്രം മെനഞ്ഞു. അവർ മീൻ പിടിക്കുന്നത്, ആ പ്രവർത്തനം അവർക്ക് മാറ്റിവെക്കാൻ സാധിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിക്കാൻ വേണ്ടി മറ്റൊരു ദിവസവുമില്ലാത്ത രൂപത്തിൽ ശനിയാഴ്ച കൂടുതൽ മീനുകളെ അവർക്ക് കാണുന്ന രൂപത്തിൽ അവർ മീൻ പിടിക്കുന്ന ഭാഗങ്ങളിലൂടെ കൂടുതൽ മത്സ്യം ഒഴുകി വരുന്നതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കാൻ വേണ്ടി ഒരു തന്ത്രമുണ്ടാക്കി. അവരെന്ത് ചെയ്തു? ആ നീർച്ചാലുകൾ ഉണ്ടാക്കി, ആ മത്സ്യങ്ങളെല്ലാം പൊങ്ങിക്കിടക്കുന്ന അനേകം മീനുകളുള്ള ആ സമുദ്രത്തിൽ നിന്ന്, ആ പുഴയിൽ നിന്ന് അവർ നീർച്ചാലുണ്ടാക്കി മറ്റൊരു വലിയ കുളം സൃഷ്ടിച്ച് അവിടേക്ക് മീനുകളെ കൊണ്ടുവന്ന് ഒരു സ്റ്റോറേജ് ആക്കി മാറ്റി അവിടെ. എന്നിട്ട് എന്ത് ചെയ്യാം? എന്നാ ശനിയാഴ്ച കഴിഞ്ഞാൽ ഞായറാഴ്ച അവർക്ക് എന്ത് ചെയ്യാം? മീൻ പിടിക്കാം എന്നുള്ള ഒരു കുതന്ത്രം, അല്ലാഹുവിനെതിരെ ഒരു തന്ത്രം അവർ ഉണ്ടാക്കി. ഈ സന്ദർഭത്തിൽ അവരോട് ചില ആളുകൾ ഉപദേശിച്ചു. 3 വിഭാഗം ആളുകളായി. ഒരു വിഭാഗം ആളുകൾ അല്ലാഹുവിനെതിരെ തന്ത്രം മെനഞ്ഞുകൊണ്ട് നിങ്ങൾ ശനിയാഴ്ച മീൻ പിടിക്കരുതെന്ന് പറഞ്ഞ ആ വാക്കിനെ അട്ടിമറിച്ചുകൊണ്ട് അല്ലാഹുവിനെതിരെ അക്രമം പ്രവർത്തിച്ച ഒരു വിഭാഗം. രണ്ടാമത്തെ ഒരു വിഭാഗം അതിനെതിരെ ശബ്ദിച്ചു. നിങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പനക്കെതിരെ നിലപാട് സ്വീകരിക്കരുത്, നിങ്ങൾ മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ഒരു വിഭാഗം മൗനം അവലംബിച്ചു. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, നമുക്കിടയിൽ ഈ മൂന്നാമത്തെ വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ് ധാരാളമുള്ളത്. നമ്മൾ എന്തിനാ ഇപ്പൊ അത് പറയാൻ പോണ്? അവരെന്തേലും ചെയ്തോട്ടെ, നമ്മൾ എന്തിനാ പറയാൻ പോണ്? നമ്മൾ പറഞ്ഞു കാര്യമൊന്നുമില്ല, അവരത് കേൾക്കൂല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വൈദ് ഖാലത്ത് ഉമ്മത്തും മിൻഹും, അവരിൽ നിന്നുള്ള ഒരു സമൂഹം പറഞ്ഞ സന്ദർഭം, ലിമതഅലൂന ഖൗമ, നിങ്ങൾ എന്തിനാണ് ഈ ജനതക്ക് സതുപദേശം നൽകുന്നത്? അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദാ, അല്ലാഹു അവരെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ കഠിനമായ വല്ല ശിക്ഷയും നൽകുകയോ ചെയ്തേക്കാം. നിങ്ങൾ എന്തിനാണ് അവർ ഉപദേശിക്കാൻ പോകുന്നത്? അപ്പൊ മറുപടി എന്താണ്? ഉപദേശിച്ച ആളുകൾ പറഞ്ഞ മറുപടി, ഖാലൂ മഅദിറതൻ ഇലാ റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ. അവർ പറഞ്ഞ മറുപടി, മഅദിറതൻ ഇലാ റബ്ബിക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ ഉദർ ബോധിപ്പിക്കാം, ലഅല്ലക്കും തത്തഖൂൻ, അല്ലെങ്കിൽ അവർ നേർവഴി പ്രാപിച്ചേക്കാം. സഹോദരങ്ങളെ, അതാണ് നമുക്കുള്ള മറുപടി. നമുക്കൊരിക്കലും അവർ നേർമാർഗത്തിൽ വന്നുകൊള്ളണമെന്നില്ല. നമ്മൾ ശ്രമിച്ചു നോക്കുക. അള്ളാഹുവാണ് ഹിദായത്ത് നൽകേണ്ടത്. പക്ഷെ നമ്മുടെ പണി നമ്മൾ എടുക്കണം. ആ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ വിചാരണയുടെ സന്ദർഭത്തിൽ ഒരു തിന്മ കണ്ട് എന്തുകൊണ്ട് തടുത്തില്ല, എന്തുകൊണ്ട് അതിനെതിരെ ശബ്ദിച്ചില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോ നമുക്കുള്ള മറുപടി, അല്ലാഹുവേ ഞാൻ പറഞ്ഞിരിക്കുന്നു എന്നാണ്. സഹോദരങ്ങളെ, എന്നിട്ട് റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബി, എന്നാൽ അവരോട് ഉപദേശിക്കപ്പെട്ടത് അവർ മറന്നുകളഞ്ഞു. അവർ ആ കൽപ്പന സ്വീകരിച്ചില്ല. അവർ ആ മീൻ പിടിക്കാൻ വേണ്ടി തന്ത്രം മെനഞ്ഞ ആ തന്ത്രത്തിൽ തന്നെ അവർ എങ്ങനെ കുഴച്ചുകൂടി. അവർ മീൻ പിടിക്കാൻ തന്നെ തീരുമാനിച്ചു. ആര് പറഞ്ഞതും ഒരു ഉപദേശം അവർ സ്വീകരിച്ചില്ല. അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂ,
അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അൻജൈനല്ലദീന, നാം അക്കൂട്ടരെ രക്ഷപ്പെടുത്തി. ആരെയാണ് രക്ഷപ്പെടുത്തിയത്? യൻഹൗന അനിസ്സൂ, തിന്മക്കെതിരെ വിരോധിച്ച ആളുകൾ, തിന്മ വിരോധിച്ച ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. വഅഖദ്നല്ലദീന ളലമൂ ബിഅദാബിൻ ബിഅസ മാ കാനൂ യഫ്സുഖൂൻ. അല്ലാഹുവിന്റെ ശിക്ഷ കൂടി. വഅഖദ്നല്ലദീന ളലമൂ, അക്രമം പ്രവർത്തിച്ച ആളുകളെ അല്ലാഹു ശിക്ഷ പിടികൂടി. ബിഅദാബിൻ ബഈസിൻ ബിമാ കാനൂ യഫ്സുഖൂൻ, അതികഠിനമായ ശിക്ഷ മുഖേന അവരെ പിടികൂടുകയും ചെയ്തു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. സഹോദരങ്ങളെ, അല്ലാഹു രക്ഷപ്പെടുത്തിയതാരെയാ? രക്ഷപ്പെടുത്തിയത് ദഅവത്ത് നടത്തിയവരെ, തിന്മക്കെതിരെ ശബ്ദിച്ചവരെ. അവർ തിന്മയിൽ നിന്ന് മടങ്ങിയാലും ഇല്ലെങ്കിലും ശരി, പറയൽ ഇസ്ലാമികമായി ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ആ സമൂഹത്തിന്റെ അവസ്ഥ, ഫലമ്മ അതൗ അൻമാ നുഹു അൻഹു ഖുൽനാ ലഹും കൂനൂ ഖിർദതൻ ഖാസിൻ, അവരോട് അല്ലാഹു പറഞ്ഞു, നിന്ദന്മാരായ കുരങ്ങുകളായി മാറുക എന്നവരോട് പറഞ്ഞു. അക്രമം പ്രവർത്തിച്ച ആളുകളോട് അല്ലാഹു നിന്ദന്മാരായ കുരങ്ങുകളായി മാറാൻ വേണ്ടി പറഞ്ഞു. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത്, നാം മനസ്സിലാക്കിയ സത്യം സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയണം. അതിനാണ് ഒരു സംഘമുള്ളത്. അതാണ് വൽതകും മിൻകും ഉമ്മത്തുൻ, ഒരു സംഘം. അതിനാണ് നമ്മൾ രൂപീകരിച്ചത്. അത് ഓരോ ആളുകളും ഒറ്റക്കൊറ്റക്ക് നിർവഹിക്കാൻ സാധിക്കില്ല. അത് കൂട്ടമായി നിർവഹിക്കേണ്ടതാണ്. കൂട്ടമായ പ്രവർത്തനമാണ് വേണ്ടത്. അതിനാണ് KJU ഉണ്ടാക്കപ്പെട്ടത്. അതിനാണ് ഒരു പ്രബോധക സംഘം കേരള നദ്വത്തുൽ മുജാഹിദീൻ രൂപീകരിക്കപ്പെട്ടത്. അതിനാണ് ഒരു യുവജന സംഘം ഇത്തിഹാദുശ് ശുബ്ബാനുൽ മുജാഹിദീൻ രൂപീകരിച്ചത്. അതിനാണ് ഒരു വിദ്യാർത്ഥി സംഘടന MSM, മുസ്ലിം സ്റ്റുഡൻസ് മൂവ്മെന്റ്. അതിനാണ് ഒരു MGM. സഹോദരങ്ങളെ, ഇതൊക്കെ ദഅവത്തിനു വേണ്ടി രൂപീകൃതമായിട്ടുള്ള അതിന്റെ പോഷക ഘടകങ്ങളാണ്. നമ്മുടെ സംഘടനാ പ്രവർത്തനം എന്തിനാണ് സംഘടനാ പ്രവർത്തനം എന്ന് ചോദിച്ചാൽ അത് പരലോക വിജയത്തിനാണ് എന്ന് തന്നെയാണ് നമുക്കുള്ള മറുപടി. ഇഹലോക ജീവിതം പൂർണ്ണമായും പരലോക ജീവിതത്തിനാണ്. ഇഹലോക ജീവിതത്തിലെ സകലമാന പ്രവർത്തനങ്ങളും അത് പരലോകത്തിനു വേണ്ടിയാണ്. നമുക്കൊക്കെ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, വജ്ജഹതു വജ്ഹി ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ആ പ്രാർത്ഥനയുടെ ആ ഒരു പ്രതിജ്ഞയുണ്ട്. എന്താണ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്യുന്നത്? ഇന്നസ്സലാത്തി, നിശ്ചയായും എൻ്റെ നമസ്കാരം, വനുസുക്കി, എൻ്റെ ബലികർമ്മം, അതല്ല എൻ്റെ കർമ്മങ്ങൾ, വമഹ്യായ, എൻ്റെ ജീവിതവും, വമമാതി, എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താണ് അള്ളാഹുവിന്റെ മുമ്പിൽ കൈവച്ചുകൊണ്ട്, നെഞ്ചിൽ കൈവച്ചുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ നടക്കുന്ന പ്രതിജ്ഞ? ഇന്നസ്സലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവേ, എൻ്റെ നമസ്കാരവും എൻ്റെ കർമ്മവും എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാണെന്ന് പറഞ്ഞാൽ ജീവിതം എങ്ങനെയാണ് സഹോദരങ്ങളെ അള്ളാഹുവിനുള്ളതാകുന്നത്? എങ്ങനെയാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതം മുഴുവനും അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിന് വേണ്ടിയുള്ളതാകുന്നത്? നമ്മുടെ ജീവിതത്തിൽ, ഈ ലോകത്തു നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ ഏതേത് വശങ്ങളാണെങ്കിലും ശരി, അത് മുഴുവനും അള്ളാഹുവിന് വേണ്ടിയുള്ളതാകുന്നത്. അവൻ അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ചു കൊണ്ട് ജീവിക്കുമ്പോഴാണ്. ഹറാമുകളെ മാറ്റിവെച്ചുകൊണ്ട് ഹലാലുകളെ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവും അവൻ്റെ റസൂലും കൽപ്പിച്ച രൂപത്തിൽ ജീവിച്ചാൽ അവൻ്റെ ജീവിതം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയുള്ള ജീവിതമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ജീവിതത്തെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തെ പരിപൂർണമായി സമർപ്പിക്കാൻ സാധിക്കണം. ആ സമർപ്പണം പുതുക്കുവാനും പരിശീലിക്കാനുമാണ് നമ്മുടെ അടുക്കലേക്ക് പരിശുദ്ധമായ റമദാൻ സമാഗതമാകുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാമു, നിങ്ങൾക്കിതാ നോമ്പിന് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു.
കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവർക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എന്താ ലക്ഷ്യം? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകണം. സൂക്ഷ്മതയുള്ളവരാകണം. നോമ്പിനെ കുറിച്ച് ബഹുമാന്യനായ മുഹമ്മദ് അൻസാരി ഇവിടെ സൂചിപ്പിച്ചു കുറച്ച് കാര്യങ്ങൾ. സഹോദരങ്ങളെ, തഖ്വയാണ് ഉണ്ടാകേണ്ടത്. ഏത് കർമ്മവും സ്വീകരിക്കണമെങ്കിൽ തഖ്വയുണ്ടാകണം. അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതാബോധവും സംശുദ്ധമായ നിയ്യത്തും ഉണ്ടായിരിക്കണം. പല ആളുകളും നോമ്പ് നോൽക്കും. ഏതൊരു കുട്ടിയോടും നോമ്പിനെ കുറിച്ച് ചോദിച്ചാൽ ആ കുട്ടി പറയും, എന്താ നോമ്പ്? സുബഹിന്റെ മുമ്പ് ഭക്ഷണം കഴിച്ച് മഗ്‌രിബിന്റെ ബാങ്ക് കൊടുക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക. ഇതേത് ആളുകളും പറയും. പക്ഷേ സഹോദരങ്ങളെ, അങ്ങനെയല്ല. അതുകൊണ്ട് മാത്രം ഒരു പകൽ സമയത്ത് പട്ടിണി കിടന്നത് കൊണ്ട് മാത്രം അവന്റെ നോമ്പാവൂല. നോക്കൂ നിങ്ങൾ, ഇമാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹിമഹുല്ലാ നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 3 വിഭാഗം നോമ്പുകൾ. നിങ്ങൾ മനസ്സിലാക്കണം, നോമ്പ് 3 ദർജകളാണ്. എന്താണ്? അസ്സൗമുൽ ഉമൂം, അസ്സൗമുൽ ഖുസൂസ്, വസ്സൗമുൽ ഖുസൂസുൽ ഖുസൂസ്. 3 രൂപത്തിൽ പറഞ്ഞു. അതിൽ ഒന്നാമത് പറഞ്ഞത് അസ്സൗമുൽ ഉമൂം. എന്താ സൗമുൽ ഉമൂം എന്ന് പറഞ്ഞാൽ? വഹുവ കഫുൽ ബത്നി വൽ ഫർജ് അനിൽ ഖളാഇ ശഹ്വ. അതാണ് അധിക ആളുകളുടെയും നോമ്പ്. അങ്ങനെയാ. വഹുവ കഫുൽ ബതൻ, അവന്റെ വയറിനെ അവൻ തടഞ്ഞു. പിന്നെ വൽ ഫർജ്, അവന്റെ ഗുഹ്യസ്ഥാനവും തടഞ്ഞു. അൻ ഖളാഇ ശഹ്വ, അതിന്റെ ആവശ്യം തടഞ്ഞു. ഈ 2 കാര്യം മാത്രം. വിശപ്പ് അവനെ സഹിച്ചു നിന്നു, അവന്റെ ശഹ്വത്തിനെയും അവൻ സൂക്ഷിച്ചു. ഇങ്ങനെ മാത്രം നോമ്പ് നോൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ധാരാളമുണ്ട്. രണ്ടാമത്തെ നോമ്പുകാരാരാ? അസ്സൗമുൽ ഖുസൂസ് എന്ന് പറഞ്ഞാൽ വഹുവ കഫ്ഫു സമഇ വൽ ബസർ വൽ ലിസാൻ വൽ യദി അർരിജുലു വസായിറുൽ ജവാരി അനിൽ അസാം. സൗമുൽ ഖുസൂസ് എന്ന് പറഞ്ഞാൽ വഹുവ കഫ്ഫു സം, അവന്റെ ചെവി അവൻ നിഷിദ്ധമായ കാര്യത്തിൽ നിന്നൊക്കെ മാറ്റിവെച്ചു. വൽ ബസർ, അവന്റെ കാഴ്ചയും അവൻ നിഷിദ്ധമായെന്നൊക്കെ മാറ്റിവെച്ചു. വൽ ലിസാൻ, അവന്റെ നാവിനെയും മാറ്റിവെച്ചു. വൽ യദ് അർരിജുൽ, കൈകാലുകളൊക്കെ. വസാരി ജവാരിൽ അസാം, അവന്റെ ശരീരത്തിന്റെ ബാഹ്യമായിട്ടുള്ള അവയവങ്ങളെല്ലാം അവൻ സൂക്ഷിച്ചു. അതിനൊക്കെ നോമ്പാ. കണ്ണിന് നോമ്പാണ്, കാതിന് നോമ്പാണ്, കൈകാലുകൾക്ക് നോമ്പാണ്, ഒക്കെ നോമ്പാ. എല്ലാത്തിനും നോമ്പുകളുണ്ട്. അതാണ് സൗമുൽ ഖുസൂസ്. എന്നാൽ മൂന്നാമതൊരു വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞു, അസ്സൗമുൽ ഖുസൂസുൽ ഖുസൂസ്. ആ നോമ്പ് ആകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അങ്ങനത്തെ നോമ്പ് മൂന്നാമത്തെ വിഭാഗത്തിന്റെ നോമ്പ്. എന്താണ് നോമ്പിന്റെ പ്രത്യേകത? ഫസ്സൗമുൽ ഖൽബ്, അത് ഹൃദയത്തിനാണ് നോമ്പ്. നേരത്തെ പറഞ്ഞ സൗമുൽ ഉമൂമും സൗമുൽ ഖുസൂസിനും എന്തല്ല, ഹൃദയത്തിൽ നോമ്പുണ്ടായിരുന്നില്ല. എന്നാൽ നമുക്കുണ്ടാകേണ്ടത് നേരത്തെ പറഞ്ഞ വയറിന് നോമ്പ് വേണം, ശഹവത്തിന്റെ കാര്യത്തിൽ നോമ്പ് വേണം, നമ്മുടെ കണ്ണിനും കാതിനും നമ്മുടെ കൈകാലുകൾക്കും നമ്മുടെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങൾക്കും മാത്രമല്ല, നമ്മുടെ നെഞ്ചിന്റെ അകത്തുള്ള അൽ ഖൽബ്, ഹൃദയത്തിന് നോമ്പുണ്ടാകണം. അനിൽ ഹമുദ്ദനിയ വൽ ഇഫ്കാറുദ്ദുനുബിയ, ദുന്യവിയ എന്ന് വെച്ചാൽ ദുനിയാവിന്റെ കാര്യം, അതിനെ ഒന്ന് അല്പം അങ്ങോട്ട് പിറകോട്ട് മാറ്റിവെക്കുക. അങ്ങോട്ട് മാറ്റിവെക്കുക. മുഴുവനൊന്നും മാറ്റിവെക്കാൻ കഴിയൂല. കാരണം നമ്മളുടെ ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ, ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കണം. എന്നാൽ ഒഴിവാക്കേണ്ടതെല്ലാം ഒഴിവാക്കി അവന്റെ ഹൃദയം കൊണ്ട് അവൻ നോമ്പെടുക്കണം. സഹോദരങ്ങളെ, അങ്ങനെയുള്ള നോമ്പുകാരാക്കി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ലം യദ ഖൗല സൂരി വൽ അമല ബിഹി വൽ ജഹല ഫലൈസ ലില്ലാഹി ഹാജ അൻ യദഅ തുഅമഹു വശറാബഹു. അവന്റെ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്ന ഒരു നോമ്പുകാരന്റെ നോമ്പ് അള്ളാഹുവിന് ആവശ്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതുകൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹൃദയം കൊണ്ട് നോമ്പെടുക്കണം, ഹൃദയം കൊണ്ട് നമസ്കരിക്കണം, ഹൃദയം കൊണ്ട് ദിക്ർ ചൊല്ലണം. അതിനാണ് നമ്മൾ പരിശീലിക്കേണ്ടത്. പരിശുദ്ധ റമദാനിൽ അവതരിച്ച ഈ ഖുർആനെ നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിനെ മനസ്സിലാക്കണം. ഖുർആന്റെ മാസമാണ് റമദാൻ. ഖുർആനിനെ നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിന്റെ അഹ്ലുകാരെന്ന് പറയുകയും അതേയൊപ്പം ശിർക്ക് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, അവരുടെയും ലക്ഷ്യമെന്താ? നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ
ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകൾ, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളോട് ചോദിക്കാണ്, എന്തിനാ ജീവിക്കെന്ന് ചോദിച്ചാൽ അവരുടെ ഒക്കെ ലക്ഷ്യം പറയും സ്വർഗാണ്, പരലോക രക്ഷയാണെന്ന് പറയും. സഹോദരങ്ങളെ, ആ ലക്ഷ്യം ഒന്നായത് കൊണ്ട് പ്രയോജനമല്ല. ലക്ഷ്യം ഒരേ ലക്ഷ്യമായതുകൊണ്ട് ഒരിക്കലും അവർക്ക് ലക്ഷ്യപ്രാപ്തി നേടാൻ സാധ്യമല്ല. എന്തു വേണം? മാർഗവും കൂടി ശരിയാകണം. ലക്ഷ്യത്തിലേക്ക് ഉള്ള മാർഗം ശരിയാവണം. പലരുടെയും മാർഗം വ്യത്യസ്തമാണ്. മാർഗം തിരിച്ചറിയണം. ഏതാണ് ശരിയായ മാർഗമെന്ന് തിരിച്ചറിയണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച മാർഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗം, ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെട്ട മാർഗം. ആ മാർഗം അറിയണമെങ്കിൽ വിശുദ്ധ ഖുർആൻ പഠിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. പാരായണം മാത്രം പോരാ. ഈ പരിശുദ്ധ റമദാനിൽ നേരത്തെ അൻസാരി സൂചിപ്പിച്ചതുപോലെ നമുക്ക് സുന്ദരമായ ഒരു സംവിധാനമുണ്ടായിട്ട്, ഇവിടെ പഠിക്കാനുള്ള സൗകര്യം നമുക്കുണ്ടായിട്ട് അത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. ഖുർആൻ വെറും പാരായണമല്ല, അത് പഠിക്കുകയാണ് വേണ്ടത്. അത് പഠിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ച ഒരു കാര്യമുണ്ട്, മസലുല്ലദീന ഹുമ്മിലുത് തൗറാത്ത്. മസലുല്ലദീന ഹുമ്മിലുത് തൗറാത്ത്, തൗറാത്ത് കൊടുത്ത ഒരു വിഭാഗമുണ്ടായിരുന്നു. അവരിങ്ങനെ നടന്നു, ഇത് ഞങ്ങൾക്ക് ലഭിച്ച വേദഗ്രന്ഥമാണ്, ഞങ്ങളുടെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമിന് ലഭിച്ച വേദഗ്രന്ഥമാണ് തൗറാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അതിങ്ങനെ കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് നടന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. സുമ്മലം യഹ്മിലുഹാ, പക്ഷെ അത് അവർ സ്വീകരിച്ചില്ല. കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെ അവർ ആ ഗ്രന്ഥം ഇങ്ങനെ ചുമന്നുകൊണ്ട് നടന്നു. ഒരു കഴുതയുടെ പുറത്തൊരു ഗ്രന്ഥം കയറ്റിവെച്ചാൽ, കിതാബുകൾ കെട്ടിവെച്ചാൽ, ആ കഴുതപ്പുറത്ത് കഴുത ആ ഗ്രന്ഥം ചുമന്നുകൊണ്ട് ഇങ്ങനെ പോകും. കഴുതക്കറിയുമോ അതിലെന്താ ഉള്ളതെന്ന്? അതേപോലെ സഹോദരങ്ങളെ, അങ്ങനത്തെ ആളുകളെ അള്ളാഹു വിളിച്ചത് അങ്ങനെ അവർ വളരെ മോശമായ ഒരു ജനതയാണ്. കദ്ദബൂബി ആയാത്തില്ല, അള്ളാഹുവിന്റെ ആയത്തുകളെ കളവാക്കിയ ആളുകളെ അള്ളാഹു വിളിച്ചത് കമസലിൽ ഹിമാർ, കഴുതകളെപ്പോലെന്ന. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ നാം ആദരിക്കുന്ന, നമ്മുടെ കയ്യിലൊക്കെയുള്ള, നാം പാരായണം ചെയ്യുന്നു, പക്ഷേ അതിന്റെ വിധിവിലക്കുകളെ കുറിച്ചറിയാതെ അത് കൊണ്ട് നടന്നാൽ നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗണത്തിൽ ഉൾപ്പെടുത്തും, കഴുതകളാക്കി മാറ്റും. ആ സ്വഭാവം നമുക്കായി മാറും. അത് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ നമുക്കുണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഇന്ന അൽ ഖുർആന ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഖുർആൻ അത് ഹുദയാണ്. ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് മുഴുവനുമുള്ള സന്മാർഗ ഗ്രന്ഥമാണത്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിച്ചുകൂടാ. അതേപോലെ തന്നെ രണ്ടാമത് പറഞ്ഞത് വബയ്യിനാതിൻ, അതിൽ വ്യക്തമായ തെളിവുകളുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള തെളിവുകൾ, പരലോകത്തെക്കുറിച്ചുള്ള തെളിവുകൾ, അതെല്ലാം അതിൽ വ്യക്തമായി കാണാൻ സാധിക്കും. അതേപോലെ വൽ ഫുർഖാൻ, അത് സത്യാസത്യ വിവേചനമാണ്. നന്മയേതാണ് തിന്മയേതാണെന്ന് തിരിച്ചറിയാനുള്ള വചനങ്ങളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അറിവുകൾ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലൂടെ നമുക്കൊരിക്കലും ലഭിക്കുകയില്ല. അത് പഠനത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. പഠിക്കണം. നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിന് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടല്ലാതെ ഒരു മനുഷ്യനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംസ്കരിക്കുകയില്ല. ആ തൗഹീദിന്റെ പാതയിലൂടെ മാത്രമേ ഒരു മനുഷ്യന് വിശുദ്ധി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥമായ ശുദ്ധീകരണം അത് തൗഹീദിലൂടെ, ഖുർആനിലൂടെ, സുന്നത്തിലൂടെ, നബിചര്യയിലൂടെ മാത്രമേ ആ ശുദ്ധീകരണം സാധ്യമാകുകയുള്ളൂ. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആ പരിശുദ്ധി പ്രാപിച്ചവൻ അവൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ, ആ ആത്മാവിനെ കളങ്കപ്പെടുത്തിയവൻ അവൻ നിർഭാഗ്യമടയുകയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതിലൂടെയാണ് സഹോദരങ്ങളെ
ഒരു സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസ്കരിച്ചത് വിശുദ്ധ ഖുർആനിലൂടെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നമുക്കറിയാം, ആ സമൂഹം 6-ാം നൂറ്റാണ്ടിലെ സമൂഹത്തെ ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്നു. വളരെ മോശമായ, നമ്മളൊക്കെ പറയാറില്ല, ജാഹിലിയ്യ കാലഘട്ടം എന്ന് വിളിച്ചിരുന്ന ആ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസ്കരിച്ചത് വിശുദ്ധ ഖുർആനിലൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. വഅതസിമു, നിങ്ങൾ മുറുകെ പിടിക്കണം, ബിഹബ്ലില്ലാഹി, അല്ലാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം, ജമീഅൻ, എല്ലാവരും, വലാ തഫറഖൂ, നിങ്ങൾ ഒരിക്കലും ഛിന്ന ഭിന്നമാകരുത്. എന്നിട്ട് അല്ലാഹു പറയാ, വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം. എന്താണ് അനുഗ്രഹത്തെ ഓർക്കുന്നത്? ഇത് കുൻതും അഅദാഅൻ, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു. നമുക്കറിയാം അറേബ്യയുടെ ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള അറബികളുടെ ചരിത്രം. ഒരു ഒട്ടകത്തിന്റെ കയർ നഷ്ടപ്പെട്ട് വെയിൽ ചാടിക്കൊണ്ട് അവിടുത്തെ പുല്ല് കഴിച്ചതിന്റെ പേരിൽ 40 വർഷത്തോളം യുദ്ധം ചെയ്തുകൊണ്ട് 2 ഗോത്രങ്ങൾ പരസ്പരം അനേകം ആളുകൾ മരണപ്പെട്ട ചരിത്രം നമുക്കറിയാം. ജീവനോടെ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയ സമൂഹം, തീർത്തും അധർമ്മവും അന്ധകാരത്തിലും ജീവിച്ചു കൊണ്ടിരുന്ന സമൂഹമായിരുന്നു. സഹോദരങ്ങളെ, ആ മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാനാ, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അവരെ ഏകോദര സഹോദരങ്ങളാക്കി അല്ലാഹു മാറ്റി. എന്നിട്ട് അല്ലാഹു പറയാണ്, വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനന്നാർ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വകുൻതും, നിങ്ങളായിരുന്നു, അലാ ശഫാ ഹുഫ്റത്തിൻ മിനന്നാർ, നിങ്ങളൊരു തീയിന്റെ വക്കിലൂടെ സഞ്ചരിക്കുന്നവരായിരുന്നു, നരകത്തിന്റെ വക്കിലൂടെ സഞ്ചരിക്കുന്നവരായിരുന്നു. നിങ്ങൾ ശിർക്കൻ പാതയിലായിരുന്നു, നിങ്ങൾ ദലാലത്തിന്റെ പാതയിലായിരുന്നു. വഅൻകദഹും മിൻഹാ, അതിൽ നിന്ന് അല്ലാഹു നിങ്ങളങ്ങോട്ട് പിടിച്ച് രക്ഷപ്പെടുത്തി. സഹോദരങ്ങളെ, നമ്മയൊക്കെ രക്ഷപ്പെടുത്തിയത് വിശുദ്ധ ഖുർആനാണ്. അല്ലാഹുവിന്റെ റസൂൽ, ആ റസൂലിലൂടെ അവതീർണമായ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനില്ലായിരുന്നുവെങ്കിൽ, ഒരു പ്രവാചകന്റെ ആഗമനമില്ലായിരുന്നുവെങ്കിൽ, പരിശുദ്ധ ഇസ്ലാം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, സഹോദരങ്ങളെ, നമ്മളൊക്കെ ദുർമാർഗത്തിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മളൊക്കെ ആ നരകത്തിന്റെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ട് തൗഹീദിന്റെ സുന്ദരമായ പാന്താവിലേക്ക് കടന്നു വന്നു. സഹോദരങ്ങളെ, അതിന് നമ്മൾ നന്ദി കാണിക്കണം. എങ്ങനെ നന്ദി കാണിക്കണം? വിശുദ്ധ റമളാനിൽ, ആ റമളാനിൽ വിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ട് ഖുർആനിന്റെ അഹ്ലുകാരായി മാറണം. ഖുർആനിന്റെ അഹ്ലുകാരായി മാറേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആൻ നമ്മുടെ അടുക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അമാനത്തും, അതേപോലെ തന്നെ ആ ഖുർആനിലൂടെ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്ത് അത് ഹിദായത്താണ്. ആ ഹിദായത്തും വിശുദ്ധ ഖുർആനും, അതിൻ്റെ നമ്മൾ നന്ദി കാണിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കൊണ്ടുപോകും. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം, നാം വിലപിടിപ്പുള്ള ഒരു വസ്തു ഞാൻ ഒരാളടുക്കലേക്ക് സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. അയാൾ പറഞ്ഞു, ഇതിന് ഇന്ന രൂപത്തിലൊക്കെ ഉണ്ട്, ഇതിന് ഇത്ര വലിയ വിലയുള്ള സാധനമാണ്, നിങ്ങൾ അത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അയാൾ സൂക്ഷിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ വലിയ വിലപിടിപ്പുള്ള വസ്തു ഞാൻ ഒരാളെ ഏൽപ്പിക്കുകയാണ്. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ ആ വിലപിടിപ്പുള്ള വസ്തുവിനെ ഒരു ഉപകാരവുമില്ലാത്ത ഒരു പാഴ്വസ്തുവെ ഉപേക്ഷിച്ചതുപോലെ അയാൾ അതിനെ ഉപേക്ഷിച്ചിരിക്കുന്നു. നമ്മൾ എന്താ ചെയ്യാ? നിനക്ക് ആ വസ്തുവിനെ സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ, നിനക്ക് ആ വസ്തു ആവശ്യമില്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങും, ആ സാധനത്തിനെ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങും. സഹോദരങ്ങളെ, അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ അമാനത്തുണ്ടല്ലോ, വിശുദ്ധ ഖുർആനും നമുക്ക് നൽകപ്പെട്ട നിഅമത്തായിട്ടുള്ള ദീനും തൗഹീദും, അത് നമ്മുടെ അടുക്കൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കൊണ്ടുപോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു,
യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചു. നമ്മളെയാണ് വിളിച്ചത്. നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ള വാക്ക് നിങ്ങൾ വായിക്കുമ്പോൾ ഞാനും നിങ്ങളും വായന നിർത്തണം. വിശുദ്ധ ഖുർആന്റെ പാരായണം അവിടെ നിർത്തി. എന്നോടാണല്ലോ അള്ളാഹു സംസാരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞാൽ അത് ഞാൻ അറിയേണ്ടതാണ്. സഹോദരങ്ങളെ, എന്താണ് ഈ ആയത്തിൽ പറഞ്ഞത്? ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഹഖ്ക തുഖാതിഹി, നിങ്ങൾ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ടോ വലാ തമൂതുന്ന, നിങ്ങൾ ഒരിക്കലും മരണപ്പെട്ടു പോകരുത്. ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോകരുത്. സഹോദരങ്ങളെ, എന്തു പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്? യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ മുസ്ലിങ്ങളല്ലാതെ മരിക്കരുത്. യാ അയ്യുഹല്ലദീന കാഫിറൂൻ, യാ അയ്യുഹൽ കാഫിറൂൻ എന്നല്ല. അങ്ങനെ നമുക്ക് സമാധാനം ഉണ്ടായിരുന്നു. അത് ആരോടാ പറഞ്ഞത്? യാ അയ്യുഹൽ കാഫിറൂൻ ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ല ജീവിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളോട് ഇക്കാരം ആ പറയണത് നമുക്ക് സമാധാനിക്കായിരുന്നു. പക്ഷെ അള്ളാഹ് പറഞ്ഞതോ യാ അയ്യുഹല്ലദീന ആമനു, നമ്മോട് പറയാണ് നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞാൽ നാം എത്ര കറകളഞ്ഞ ശുദ്ധമായ തൗഹീദിന്റെ ആളുകളാണെങ്കിൽ പോലും ഒരു പക്ഷേ നമ്മുടെ ഇസ്ലാം, നമ്മുടെ ഈമാൻ, നമ്മുടെ തൗഹീദ് നമ്മിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളഞ്ഞേക്കാം. അതാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. നോക്കൂ, നിങ്ങൾ ഹുദൈബിയയിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അവിടെ സുബഹി നമസ്കരിച്ച ഒരു ചരിത്രം. ആ രാത്രിയിൽ ശക്തമായ മഴ പെയ്തു. മഴ പെയ്തപ്പോ നമ്മുടെയൊക്കെ നാട്ടിലുള്ള ചില ആളുകൾ പറയാറുണ്ട്, ഇന്ന നക്ഷത്രം കൊണ്ട്, ഇന്ന ഞാറ്റുവേല കൊണ്ടൊക്കെയാണ് മഴ പെയ്തെന്നൊക്കെ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ പറയാറുണ്ട്. സഹോദരങ്ങളെ, ആ രൂപത്തിൽ ചില ആളുകൾ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചു, ഇന്ന രൂപത്തിലാണ് മഴ പെയ്തത്, ഇന്നത് കൊണ്ടാണ്, അതിന്റെ കാരണമൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അത് കേട്ടപ്പോ നബി പറയാണ്, ഹൽ തദറൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങൾ ഈ പറഞ്ഞ വാക്കിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പ്രതികരിച്ചതെന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹു വ റസൂലുഹു അലം, അല്ലാഹുവിനും റസൂലിനുമാണ് അറിയുക. ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വ കാഫിർ, എന്റെ അടിമകളിൽ ചിലർ എന്നിൽ വിശ്വസിക്കുകയും പിന്നീട് അവിശ്വാസികളായി മാറുകയും ചെയ്തിരിക്കുന്നു. ഫഅമ്മാമൻ ഖാല മുത്തിറനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി ഫദാലിക മുഅ്മിനും ബി കാഫിറും ബിൽ കൗകബ്, അതായത് അല്ലാഹുവിന്റെ അനുഗ്രഹത്താലും കാരുണ്യത്താലും ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന് പറഞ്ഞവർ എന്നിൽ വിശ്വസിക്കുകയും നക്ഷത്രങ്ങളിൽ അവിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ മറ്റൊരു വിഭാഗം അമ്മാമൻ ഖാല മുത്തിർനാ ബിനൗഇ കദാ വകദാ ഫദാലിക കാഫിറും ബി മുഅ്മിനും ബിൽ കൗകബ്, ഇന്ന നക്ഷത്രം കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചത് എന്ന് പറഞ്ഞാൽ അവർ അവിശ്വാസികളായി മാറുകയും ചെയ്തിരിക്കുന്നു. സഹോദരങ്ങളെ, എന്താ നമുക്കുള്ള പാഠം? അള്ളാന്റെ റസൂലിന്റെ കൂടെ സുബഹിക്ക് ജമാഅത്തിൽ പങ്കെടുത്ത മനുഷ്യന്മാർ ഒരൊറ്റ വാക്കിനെ കൊണ്ട്, ഹൃദയത്തിൽ കടന്നുകൂടിയ ഒരു ചിന്തയെ കൊണ്ട്, നാവ് കൊണ്ട് ഉച്ചരിച്ച ഒരു വാക്കിനെ കൊണ്ട് കാഫിറായി മാറിയിരിക്കുന്നുവെങ്കിൽ, അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ നാവിലൂടെ വരുന്ന, നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു ചിന്ത കൊണ്ട് ആ ചിന്ത നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വന്നാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള മുന്നറിയിപ്പ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നാവിൽ നിന്ന് അങ്ങനെ വന്നുപോയാൽ ഒരിക്കലും നമ്മളെ പേര് മാറൂല. മുഹമ്മദിന്റെ പേര് മുഹമ്മദ് തന്നെയായിരിക്കും. മുഹമ്മദിന്റെ പേര് ഒരിക്കലും മാറൂല. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ എന്റെ പേര് മാറ്റപ്പെട്ടു. പ്രവാചകന്മാരും പോലും ഭയപ്പെട്ടു. പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് പ്രവാചകന്മാർ, നമുക്കറിയാം മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള്
അൻത വലിയ്യി ഫിദ്ദുനിയാ വൽആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, റബ്ബി എൻ്റെ രക്ഷിതാവേ, ഖദ് ആതൈതനി മിനൽ മുൽക്ക്, അല്ലാഹുവേ രാജാധികാരത്തിൽ നീ എനിക്ക് നൽകി. വഅല്ലംതനി മിൻ തഅവീലിൽ ഹദീസ്, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നീ എനിക്ക് പഠിപ്പിച്ചു. ഫാത്തിറസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടാവായ അല്ലാഹുവേ, അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ, അല്ലാഹുവേ നീയാണ് ഇഹലോകത്തും പരലോകത്തും എൻ്റെ രക്ഷാധികാരി. അല്ലാഹുവേ നീ മാത്രമാണ്. അതുകൊണ്ട് തവഫനി, നീ എന്നെ മരിപ്പിക്കണം. മുസ്ലിമായിക്കൊണ്ട് നീ എന്നെ മരിപ്പിക്കണം. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സൽവൃത്തയുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രബോധനം ചെയ്യാൻ വേണ്ടി ഈ ലോകത്തേക്ക് തിരഞ്ഞെടുത്തയച്ച പ്രവാചകന്മാർ പോലും മുസ്ലിമിൽ നിന്ന് അകന്നു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഇബ്രാഹിമു ബിബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും യഅഖൂബ് നബിയും പറയാണ്, അവർ വസിയത്ത് നൽകുകയാണ് മക്കൾക്ക്. ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ, നിങ്ങൾക്കിതായി പരിശുദ്ധ ഇസ്ലാമിനെ, ഈ ദീനിനെ നിങ്ങൾക്ക് അല്ലാഹു പരിശുദ്ധമായ മതമാക്കി തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ, ഈ ദീനിനെ നിങ്ങൾക്കിതാ തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. ഫലാ തമൂതുന്ന, നിങ്ങൾ ഒരിക്കലും മരണപ്പെട്ടു പോകരുത്. ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായി കൊണ്ടല്ലാതെ മരണപ്പെട്ടു പോകരുത്. നമ്മൾ ആരെങ്കിലും നമ്മുടെ മക്കളോടൊന്ന് ഉപദേശിച്ചോ? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകരുത്, ഇസ്ലാമിന്റെ ഷിആറുകൾ കൊണ്ടു നടക്കണം എന്നെങ്കിലും പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? അതുകൊണ്ട് അവർക്കുണ്ടായത് എന്താണ്? പ്രവാചകന്മാർ ഭയപ്പെട്ടത് റബ്ബിനെയാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ എന്നവർ ഭയപ്പെട്ടു. ആ ഭയമാണ് അവർക്കുണ്ടായത്. സഹോദരങ്ങളെ, അവസാന കാലത്ത് വിശ്വാസികൾക്ക് വരുന്ന ഒരു ദുർബലതയെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു 5 മിനിറ്റ്. സഹോദരങ്ങളെ, നമുക്ക് അവസാന കാലത്തെ വിശ്വാസികൾക്ക് അവരുടെ ഹൃദയത്തിൽ പിടികൂടുന്ന ഒരു ദുർബലതയുണ്ട്. ദുർബലരായ ആളുകളായി മാറുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലയകദിഫന്നല്ലാഹു ഫീ ഖുലൂബിഹിമുൽ വഹൻ, നിങ്ങളെയൊക്കെ ഒരു ദുർബലത പിടികൂടുന്ന. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൽ വഹനു, എന്താണ് ഈ വഹന് പിടികൂടുക എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, ഹുബ്ബുദ്ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള പ്രേമം, അതുപോലെ തന്നെ മരണത്തോടുള്ള പേടിയും വെറുപ്പും. ദുനിയാവിൽ ഇങ്ങനെ ഉണ്ടാവണം, മരിക്കണമെന്നുള്ള ചിന്തയില്ലാത്ത അവസ്ഥ. സമ്പാദിച്ച് കൂട്ടുക, 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും എന്ന് പറഞ്ഞ പോലെ ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഇസ്ലാമികമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ അത് പ്രവർത്തിക്കാനോ അതിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കാനോ നമുക്ക് സമയമില്ലാത്ത ഒരു അവസ്ഥയാണ് സഹോദരങ്ങളെ ഉള്ളത്. നമ്മളൊക്കെ മനസ്സിലാക്കണം, മരണം അത് നമ്മെ പിടികൂടുക തന്നെ ചെയ്യും. എത്ര സൂപ്പർ മനുഷ്യനാണെങ്കിലും ശരി, എത്ര ആരോഗ്യമുള്ള മനുഷ്യരാണെങ്കിലും ശരി, അവന് ദുർബലമായി പോകുന്ന ഒരു അവസ്ഥ നാം ഒരിക്കലും മറക്കാൻ പാടില്ല. കുറച്ചു കഴിഞ്ഞാൽ വേണ്ട രൂപത്തിൽ നിസ്കരിക്കാൻ കഴിയാതെ, സുജൂദ് ചെയ്യാൻ കഴിയാതെ, റുക്കൂ നിർവഹിക്കാൻ കഴിയാതെ, ഇരുന്നു കൊണ്ടും കടന്നുകൊണ്ടൊക്കെ നിസ്കരിക്കുന്ന മനുഷ്യന്മാർ, അവരൊക്കെ മനസ്സിൽ സുജൂദ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടുള്ള പ്രയാസം. എന്നോടൊരു നമ്മളെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന അബുഅക്ക മൂപ്പര് പറഞ്ഞു, സുജൂദ് ചെയ്യാൻ പൂതിയാകാണ്, സുജൂദ് നിലത്ത് വെക്കാൻ പൂതിയാകാണ്, കഴിയണില്ല, കാലുമുട്ട് പ്രശ്നമാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതെന്താ വല്ലാത്തൊരു അനുഭൂതിയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മുമ്പിൽ
ആ നെറ്റി വെച്ചുകൊണ്ട് 2 കൈയും 2 കാലും കാൽമുട്ടുകളും നെറ്റിയും മൂക്കും വെച്ചുകൊണ്ട് ആ ഒരു സുജൂദ് എന്ന് പറഞ്ഞാൽ മഹത്തരമായ ഒരു സന്ദർഭമാണ്. അതിന് സാധിക്കാത്ത ഒരവസ്ഥ വരുമ്പോഴേ കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാവുള്ളൂ. സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കൊക്കെ വരാനുണ്ട്. ഒരു ദുർബലമായ അവസ്ഥ, അത് പെട്ടെന്ന് അവസാനിക്കും. ആ ആരോഗ്യം പെട്ടെന്നില്ലാതെയാകും. ഒരൊറ്റ നിമിഷ നേരം കൊണ്ടാണ് മനുഷ്യന്മാർ സ്ട്രോക്ക് ബാധിച്ച് അവർ ആ രോഗശയ്യയിലേക്ക് വഴിമാറുന്നത്. സഹോദരങ്ങളെ, നമ്മൾ പലരും പറയാറുള്ളത് ജീവിതം അവസാനിച്ചു എന്നാ. മരിച്ചാൽ ജീവിതം അവസാനിച്ചു. പക്ഷേ മനസ്സിലാക്കണം, നമ്മൾ ഒരിക്കലും ജീവിതം, മരണത്തോടുകൂടി വിശ്വാസിയുടെ ജീവിതം അവസാനിക്കുകയല്ല, തുടങ്ങുകയാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ എവിടെയായിരുന്നാലും അത് പിടികൂടും. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. എത്ര ശക്തമായ കോട്ടക്കകത്താണെങ്കിലും ശരി, നമ്മെ മരണം പിടികൂടുക തന്നെ ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് വയസ്സൊന്നുമില്ല. എത്ര യുവാവായ മനുഷ്യന്മാർക്കും പെട്ടെന്ന് സംഭവിക്കും. എന്തെല്ലാം ആഗ്രഹങ്ങളാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് ആരുടെ മണ്ണിൽ കുഴിച്ചു മൂടുന്നത്. ഭൗതികമായ എല്ലാ കഴിവുകളും അവസാനിച്ചു, എല്ലാ കഴിവും അവസാനിച്ചു. നമ്മളൊക്കെ ഇട്ട വസ്ത്രം നമ്മുടെ കൈകൊണ്ട് ധരിച്ചു, നമ്മൾ കുളിച്ചു, നമ്മെ ആരും കുളിപ്പിച്ചില്ല, പക്ഷെ നമ്മളൊക്കെ സ്വയം കുളിച്ചു. പക്ഷേ നാളെ ഒരു പക്ഷേ നമ്മൾ ആരെങ്കിലും ഒരു പക്ഷേ മറ്റൊരാളുടെ കൈകളാൽ നമ്മളിട്ട വസ്ത്രം അഴിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥയുണ്ടാകും, നമ്മളെ കുളിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. സഹോദരങ്ങളെ, അത് വിദൂരമല്ല, അത് വളരെ സമീപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഖേദിച്ചത് കൊണ്ട് പ്രയോജനമുണ്ടാകൂല. ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. മരണം ആസന്നമാകുന്ന സന്ദർഭത്തിൽ അവർ പറയും, ഖാല റബ്ബിർജിഊൻ, അല്ലാഹുവേ എന്നെ ഒന്ന് മടക്കണം. എന്തിനാ മടക്കം ആവശ്യപ്പെടുന്നത്? മരിക്കുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യൻ അവനിങ്ങനെ കേണപേക്ഷിക്കുകയാണ്, അല്ലാഹുവേ എന്നെ ഒരൽപ്പം പിന്തിക്കണം. എന്തിന്? ലഅല്ലി അഅമൽ സ്വാലിഹാ ഫീമാ തറക്തു. ലഅല്ലി അഅമൽ സ്വാലിഹൻ ഫീമാ തറക്തു. ലഅല്ലി ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം, അഅമൽ സ്വാലിഹ സൽക്കർമ്മങ്ങൾ ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം, ഫീമാ തറക്തു എൻ്റെ ആയുസ്സുള്ള സമയത്ത്, എൻ്റെ ആരോഗ്യമുള്ള സമയത്ത്, എനിക്ക് കഴിവുള്ള സമയത്ത്, ഫീമാ തറക്തു ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള ഒരുപാട് കർമ്മങ്ങൾ ഉണ്ടായിരുന്നു. ആ കർമ്മങ്ങളെല്ലാം എൻ്റെ ആയുസ്സിനെ നീട്ടിത്തരുകയാണെങ്കിൽ ഞാൻ പ്രവർത്തിച്ചു കൊള്ളാമെന്ന് മരണവെപ്രാളത്തിൽ ആ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതവന്റെ വെറും ഒരു വർത്തമാനമാണ്, അവൻ ഒരിക്കലും അവനെ മടക്കുന്ന പ്രശ്നമേയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ കൂടുതൽ അറിവ് നേടാനും തിന്മകളിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കണം. ഓരോ ദിവസത്തിലും മരണത്തിലേക്കുള്ള യാത്രയാണ് നാം എന്നുള്ള ബോധം നമുക്കുണ്ടാകണം. തിന്മകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുകയും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ അറിവ് പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ആ അറിവ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ആ നേടിയ അറിവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു അറിവും കഴിവും നമുക്കുണ്ടാകണം. അങ്ങനെ ജീവിതത്തെ ധന്യമാക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ട ആളുകളാണ് നമ്മളെന്നുള്ള ആ ഒരു ബോധത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അബദ്ധങ്ങളും അവൻ്റെ മഹത്തായ ഫضل കൊണ്ട് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു നമ്മിൽ നിന്ന് ദൂരീകരിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അവൻ ശിഫ നൽകുമാറാവട്ടെ. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് അവൻ ഐശ്വര്യം വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുകയും നമ്മയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്
اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين والسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.